എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവവചന കേൾവിക്കായിട്ട് നിങ്ങൾ കടന്നു വന്നതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ എന്നെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഞാൻ വന്ദനം പറയുകയാണ്. രക്ഷയെ സംബന്ധിച്ച് എങ്ങനെയാണ് ദൈവം രക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ പഠനത്തിൽ പ്രാരംഭ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രത്യേകം പറഞ്ഞത് ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒരുക്കി തന്ന രക്ഷ നാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ആവശ്യമായതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ, ക്രമീകരണത്തിലൂടെ പൂർത്തീകരിച്ചു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ പ്രസ്താവനയാണ്. മനുഷ്യരക്ഷയെ സംബന്ധിച്ച് ദൈവം എന്താണോ ആവശ്യപ്പെട്ടത് അതെല്ലാം കർത്താവായ യേശുക്രിസ്തു തൻ്റെ പാപപരിഹാര ബലിയിലൂടെ നിവർത്തിച്ചു. ഇനി ഒന്നും ആ നിലയിൽ ബാക്കി വെച്ചിട്ടല്ല കർത്താവ് തൻ്റെ പാപപരിഹാര ബലി പൂർത്തീകരിച്ചത്. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് സമ്പൂർണ്ണമായിട്ടും ദാനമാണ്. യേശുക്രിസ്തുവിൻ്റെ ചെലവിലാണ് നമുക്ക് രക്ഷ സാധിക്കുന്നത് എന്ന കാര്യം ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സത്യമാണ്. എന്നാൽ സൗജന്യമായി രക്ഷ മനുഷ്യർ സ്വീകരിക്കണം എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, നിബന്ധനയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്? അതിന് പല മുഖാന്തരങ്ങൾ മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ പറയാറുണ്ട്. എന്നാൽ ബൈബിള് രക്ഷയുടെ സ്വീകരണത്തിനായിട്ട് വിശ്വാസം മാത്രം മതിയാകും എന്ന ആശയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതിന് ഏറ്റവും ഉപയുക്തമായിരിക്കുന്ന ഒരു വാക്യം എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികളോട് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകുന്ന രക്ഷ മനുഷ്യർ സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ് എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. അപ്പം രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. ഈ രക്ഷ സ്വീകരിക്കുവാനുള്ള വഴി എന്നത് വിശ്വാസമാണ് എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള അനേകം ആളുകൾ വിശ്വാസം മാത്രം മതിയാകയില്ല, അതിനോട് ചേർത്ത് ചില പ്രത്യേക ക്രമീകരണങ്ങളോട് വേണം എന്ന് വാദിക്കുന്നവരായിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദഗതി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അത് മനുഷ്യൻ്റെ പ്രവൃത്തികളും കൂടെ രക്ഷ സ്വീകരിക്കുന്നതിന് ആവശ്യമാണ് എന്ന് പറയും. അത് യാക്കോബിൻ്റെ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ രക്ഷ സ്വീകരിക്കാനായിട്ട് ആവശ്യമാണ് എങ്കിൽ ഒരിക്കലും മനുഷ്യൻ രക്ഷ സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികളൊന്നും പൂർണ്ണമായി ദൈവസ്വീകാര്യമായ നിലയിലായിത്തീരുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല അവൻ രക്ഷപ്പെടുന്നത്. പിന്നെയോ ദൈവം ദാനമായി ഒരുക്കിയ രക്ഷ വിശ്വാസം വഴി സ്വീകരിക്കുകയാണ്. എന്നാൽ ആ വിശ്വാസം ജീവനുള്ള വിശ്വാസമായിരിക്കണം എന്ന കാര്യം യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ജീവനുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത ആ വിശ്വാസം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ദൈവ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതുമാണ് എന്ന കാര്യം യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് പറയും. ഒരാൾ സത്യവിശ്വാസമുള്ള ആളാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വിശ്വാസം രക്ഷ സ്വീകരിക്കുവാൻ കാരണമായി തീരുന്നു എന്നുള്ളതുപോലെ തന്നെ ആ രക്ഷ പുറപ്പെടുവിക്കുന്ന, ആ രക്ഷയുടെ ഫലമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുവാനായിട്ട് ആ വിശ്വാസം മുഖാന്തരം ഇടയായിത്തീരും എന്ന കാര്യം യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് പറയും. രണ്ടാമത് മനുഷ്യർ സാധാരണ വിശ്വാസികളും ക്രിസ്തീയ സമുദായത്തിലുള്ള ആളുകളും പറയുന്ന കാര്യം,
വിശ്വാസം അധികം സ്നാനം എന്ന് പറയുന്ന ആശയമാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ സ്നാനപ്പെടുകയും കൂടെ ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് ചില വാക്യങ്ങളൊക്കെ അതിന് ആധാരമായിട്ട് അവർ പറയാറുണ്ട്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന യാതൊരു കർമ്മവും അവൻ്റെ രക്ഷയുടെ സ്വീകരണത്തിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് പര്യാപ്തമല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം മാത്രമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. കാരണം രക്ഷയെക്കുറിച്ച് പറയുന്ന ഭൂരിഭാഗം ഇടങ്ങളിലും വിശ്വാസത്താൽ നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു എന്ന ആശയമാണ് പറയുന്നത്. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് സ്നാനമാണ് എന്ന് ആ വേദഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. സ്നാനം മുഖാന്തരം രക്ഷിക്കപ്പെടുകയല്ല, രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനത്തിലൂടെ അവരുടെ വിശ്വാസത്തെ പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്നാനത്തിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്നാനപ്പെടുന്നതുകൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ക്രൂശിലെ കള്ളനാണ്. കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിശ്ചയമായിട്ടും ഇന്ന് എന്നോടുകൂടെ പരദീസിലിരിക്കും. അദ്ദേഹം സ്നാനം സ്വീകരിച്ച ആളല്ല. മനുഷ്യർ പറയുന്നതായിരിക്കുന്ന യാതൊരു കൂദാശകളും ഏൽക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് സൗജന്യമായി കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ആണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. അത് മാത്രമാണ് മനുഷ്യർ രക്ഷിക്കപ്പെടുവാനുള്ള മുഖാന്തരം, അതിൻ്റെ അടിസ്ഥാനം എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ സാധാരണ പറയാറുണ്ട്, ക്രൂശിൽ മരിച്ച ആ കള്ളന് ജീവിച്ചിരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്നാനപ്പെടുമോ? നിശ്ചയമായിട്ട് സ്നാനപ്പെടും. അവന് സഭയിൽ അംഗമായി തീരുമോ? നിശ്ചയമായിട്ടും അത് ചെയ്യും. അനുസരണമുള്ളൊരു ദൈവബദലായിട്ട് ജീവിക്കുമോ? നിശ്ചയമായിട്ടും അത് ചെയ്യും. കാരണം അവൻ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നതിൻ്റെ ഫലമായി കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ അവൻ നിശ്ചയമായും മനസ്സ് വയ്ക്കും എന്ന കാര്യം ഒരു സാങ്കല്പിക സാധ്യതയായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെ മൂന്നാമത് വിശ്വാസം അധികം എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യർ പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് കുറച്ചുകൂടെ സങ്കീർണമായ ഒരു വിഷയമാണ്. വിശ്വാസവും മാനസാന്തരവും മനുഷ്യരുടെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന പ്രസ്താവന ഒരർത്ഥത്തിൽ ആ പ്രസ്താവന ശരിയാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ആ പ്രസ്താവന ശരിയല്ല. ഏതർത്ഥത്തിൽ ശരിയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാം. ഏതർത്ഥത്തിലാണത് ശരിയല്ല എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് പറയാം. ശരിയായിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, രക്ഷിക്കപ്പെടുക, പാപമോചനം പ്രാപിക്കുക എന്ന വിഷയത്തോടനുബന്ധിച്ച് ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ മാനസാന്തരപ്പെടുന്നവർക്ക് പാപമോചനമുണ്ടാകും എന്ന കാര്യം ബൈബിളിലെ പല വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് മാനസാന്തരപ്പെടുക എന്ന കാര്യമാണ് അദ്ദേഹം ആളുകളോട് പറഞ്ഞത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് എൻ്റെ പിന്നാലെ വരുന്ന മെസ്സിഹയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വയ്ക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തൻ്റെ സന്ദേശത്തിൻ്റെ കേന്ദ്രീയമായിരിക്കുന്ന ഭാഗമാണ്. അവിടെ മാനസാന്തരം എന്നത് രക്ഷയ്ക്ക് അല്ലെങ്കിൽ പാപമോചനത്തിന് കാരണമാണ് എന്ന നിലയിൽ പറയുന്ന അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പറയുന്നത് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനസാന്തരം എന്നതായിരിക്കുന്ന വാക്ക് പരിശോധിച്ചാൽ, മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് മലയാള പരിഭാഷയിൽ ഒരു നല്ല വാക്കാണ്. മെറ്റാനോയ്യ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൻ്റെ പരിഭാഷയായിട്ടാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു നല്ല പരിഭാഷയാണ്. മനസ്സിനുണ്ടാകുന്ന ഈ അന്തരം എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. മനസ്സിന് വരുന്ന വ്യതിയാനം, മനസ്സിന് വരുത്തുന്ന വ്യത്യാസം എന്നതാണ് മാനസാന്തരം എന്നതിലെ വളരെ പ്രധാനപ്പെട്ട ആശയം. അതാണ് ആ അർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് വിശ്വാസത്തിനുള്ള വേറെ ഒരു പേരാണ്. മാനസാന്തരം എന്ന് പറയുന്നത് വിശ്വാസത്തിന് നൽകാൻ കഴിയുന്ന വേറെ ഒരു പേരാണ്. അല്ലെങ്കിൽ മാനസാന്തരവും വിശ്വാസവും സമാനമായിരിക്കുന്ന ആശയങ്ങളാണ്. ദേ ആർ സിനോണിമസ് ടേംസ്. ഒരു വാക്കിന് പകരം മറ്റേ വാക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു പദമാണ് മാനസാന്തരവും അതുപോലെ തന്നെ വിശ്വാസവും. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനസാന്തരത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം മനസ്സ് വ്യത്യാസപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയം, മനുഷ്യനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആശയം,
പാപത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആശയം, പാപപരിഹാരത്തിന് വേണ്ടി ദൈവം വരുത്തിയ ക്രമീകരണത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന സമീപനം, ഇതൊക്കെയും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ കാണുവാനുള്ള ബാധ്യസ്ഥത ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് വിശ്വാസത്തിന് പകരമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വാക്കാണ് എന്ന് പറയാം. അപ്പോൾ ആ നിലയിൽ വിശ്വാസവും മാനസാന്തരവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയാം. അപ്പം ആ നിലയിൽ മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക എന്നത് മാനസാന്തരം വിശ്വാസത്തിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന ആശയം സ്വീകാര്യമായിരിക്കുന്ന ആശയമാണ്. എന്നാൽ മാനസാന്തരത്തിന് അതിൽ കവിഞ്ഞതായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. മാനസാന്തരത്തിന് മനസ്സ് രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതിൽ കവിഞ്ഞതായിരിക്കുന്ന ഒരർത്ഥം ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ രക്ഷ സ്വീകരിക്കുന്നതിന് മാനസാന്തരം ആവശ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. മാനസാന്തരം എന്നുള്ളതിന് രണ്ടാമത്തെ ഭാഗം എന്നത് ജീവിതത്തിൻ്റെ വ്യതിയാനം എന്ന് പറയുന്ന ആ ഭാഗമാണ്. ഒരാൾ മാനസാന്തരപ്പെട്ടു. കർത്താവ് ലൂക്കോസിന് സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു, മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ട് എന്ന കാര്യം കർത്താവ് പറഞ്ഞു. അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ പ്രമുഖമായിരിക്കുന്ന ആശയമെങ്കിലും ജീവിത വ്യതിയാനം എന്നുള്ളതായിരിക്കുന്ന ഒരാശയവും അതിനുണ്ട്. മുടിയൻ പുത്രന് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവന് മാനസാന്തരം സംഭവിച്ചിട്ടാണ് അവൻ വന്നത് എന്ന കാര്യം നമുക്കറിയാം. അപ്പം ജീവിത വ്യതിയാനം എന്നുള്ള അർത്ഥത്തിൽ പാപത്തെക്കുറിച്ചുള്ള അനുതാപം, പാപത്തെ ഏറ്റുപറയുന്ന മനസ്സ്, അതിൽ നിന്ന് പാപത്തെ വിടുന്ന ആ സമീപനം, ഇതൊക്കെ ഒരർത്ഥത്തിൽ മാനസാന്തരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ പറയുമ്പോൾ മാനസാന്തരം എന്നത് രക്ഷയുടെ മുഖാന്തരമായിട്ട് പറയാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെടുന്ന ഒരാൾ പാപത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പാപത്തിന് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വ്യത്യാസപ്പെടണമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ പാപത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുമോ? പാപം മുഴുവനും ഉപേക്ഷിക്കുക, അതിനുശേഷം കർത്താവിൻ്റെ അടുക്ക് വരിക. പാപമെല്ലാം ഉപേക്ഷിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുമെങ്കിൽ പിന്നെ കർത്താവിൻ്റെ അടുക്ക് വരേണ്ട കാര്യമില്ലല്ലോ. കർത്താവിൻ്റെ അടുക്കൽ വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പാപമോചനത്തിനായിട്ടാണ്. പാപത്തെ വിട്ടുകളയുവാൻ, പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് പാപിയായ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. പാപത്തെ വിട്ടുകളയാനായിട്ട് അവനെ പ്രാപ്തിപ്പെടുത്തുന്നത് അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് അവന് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കൽ വന്ന ആളുകളോട് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല, നീ നിൻ്റെ ഈ പരിപാടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, നിൻ്റെ ജീവിതമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം, അതിനുശേഷം നീ എൻ്റെ അടുക്കൽ വരിക എന്നല്ല കർത്താവ് പറയുന്നത്. യു കം ആസ് യു ആർ, നീ ആയിരിക്കുന്ന നിലയിൽ എൻ്റെ അടുക്കലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് ജീവിതത്തെ വൃത്തിയാക്കി രൂപപ്പെടുത്തി നമ്മളെ വ്യതിയാനപ്പെടുത്താം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് ചെയ്യുന്ന ജോലിയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ, മുടിയൻ പുത്രന് അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പം പറയുക, കുഞ്ഞെ നീ മടങ്ങി വന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ ശരിയാണ്, പക്ഷേങ്കിൽ നിന്നെ ഇപ്പോൾ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും ഒന്നും ഇപ്പോൾ സാധിക്കത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ നീ പന്നികളുമായിട്ട് ഇടപഴകി, നിൻ്റെ വസ്ത്രം വളരെ മോശമാണ്, അടുത്തോട്ട് വരുമ്പം മൂക്കടച്ചിട്ടല്ലാതെ നിൻ്റെ അടുക്ക വരാൻ പറ്റുകയില്ല. നീ എന്തൊരു നാറ്റമാണ് നിനക്ക്, നീ വളരെ വൃത്തികെട്ട നിലയിലാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, ആദ്യമേ പോയി വസ്ത്രമൊക്കെ ഒന്ന് മാറി കുളിച്ച് വൃത്തിയായിട്ട് വാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നെ ഒരു മകനായിട്ട് ഞാൻ സ്വീകരിക്കാം. പക്ഷേങ്കിൽ ആദ്യമേ നീ ഒന്ന് ശരിപ്പെടണം, അതിനുശേഷം മാത്രമേ നിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ അപ്പം പറഞ്ഞത്. അവന് വന്ന അവൻ്റെ ആ വൃത്തികെട്ട വേഷത്തിൽ അവന് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വിധം ദുർഗന്ധം പരത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പിതാവ് ആ മകനെ കെട്ടിപ്പിടിച്ച്, നീ മരിച്ചവനായിരുന്നു, എന്നാൽ എനിക്ക് നിന്നെ മടക്കി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇത് നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് താൻ പറയുമ്പോൾ
അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കൈക്ക് മോതിരവും അവന് പുതിയ വസ്ത്രവും കൊടുക്കുക എന്ന് തൻ്റെ സേവകന്മാരോട് പറയുന്നു. അത് പിതാവിൻ്റെ ജോലിയാണ്. അവനെ വൃത്തിയാക്കുക, അവനെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് പിതാവ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അവന് ബലഹീനനായി യാതൊരു നിലയിലും ജീവിതത്തിന് വ്യതിയാനം വരുത്തുവാൻ കഴിയാത്തവനായി എല്ലാം നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലാണ് അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ക്ഷണമെന്ന് പറയുന്നത്, നിങ്ങൾ വരിക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരവും സങ്കടവും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വരിക എന്നാണ് കർത്താവ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തിൽ ജീവിതമൊക്കെ വ്യതിയാനപ്പെടുത്തി ജീവിതമൊക്കെ ശുദ്ധീകരിച്ച് ആ നിലയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. നമുക്കത് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതും വ്യതിയാനപ്പെടുത്തുന്നതും എല്ലാം നമ്മളുടെ കർത്താവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് നമുക്ക് ആ വ്യതിയാനം സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ ബന്ധത്തിൽ വ്യതിയാനങ്ങളും രൂപാന്തരങ്ങളും വരും. എന്നാൽ ഈ രൂപാന്തരവും വ്യതിയാനവും മരണപര്യന്തം തുടർന്നുകൊണ്ടിരിക്കേണ്ടതായ കാര്യമാണ്. കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ വന്നതുകൊണ്ട് ആ വന്ന നിമിഷം തന്നെ നമ്മുടെ ജീവിതം എല്ലാം ക്രമപ്പെടുന്നില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുന്നു എന്നുള്ളത് കർത്താവിൻ്റെ ഉറപ്പായ വാഗ്ദാനമാണ്. എന്നാൽ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് സമ്പൂർണ്ണമായിരിക്കുന്ന വിടുതൽ നമ്മൾ മരിച്ച കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ പുനരുത്ഥാന ശരീരം പ്രാപിക്കുമ്പോൾ അത് പൂർണ്ണമായി പരിഹരിക്കപ്പെടും. അതുവരെ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, പാപത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന്, പാപത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത് തുടർമാനമായ ഒരു സംഭവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തിൽ നാം വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പാപത്തോട് പോരാട്ടം കഴിക്കുന്ന ആളുകളാണ്. മരണപര്യന്തം ദൈവസന്നിധിയിൽ പാപത്തിന് എതിരെ ദൈവകൃപയാൽ അതിനോട് പോരാട്ടം കഴിച്ച് ഓരോ ദിവസവും നിമിഷവും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസികൾ സാധാരണ പറയുന്ന 3 വാക്കുകളുണ്ട്. പറയും, പാപത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ, നരകശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെന്നേക്കുമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെ ശിക്ഷയോടുള്ള ബന്ധത്തിൽ. പാപത്തിൻ്റെ ശക്തിയോടുള്ള ബന്ധത്തിൽ നമുക്കെന്താ സംഭവിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, ദൈവവചനത്തിൻ്റെ ആ ശക്തിയിൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച പുതിയ മനുഷ്യൻ്റെ ആ ദൈവകൃപയിൽ പാപത്തോട് പോരാട്ടം കഴിച്ച് നാം നിരന്തരം പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും നാം രക്ഷിക്കപ്പെടും എന്ന് പറയും. ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു വരുന്ന അവസരത്തിലാകാം, അല്ലെങ്കിൽ നാം മരിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന അവസരത്തിലാകാം, പാപത്തിന് പിന്നെ നമ്മളുമായിട്ട് യാതൊരു സംസർഗവും ഇല്ല. പാപത്തിൽ നിന്ന് പൂർണ്ണമായി നാം രക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഭാവിയിലുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയിൽ ഒരിക്കലും അകപ്പെടുകയില്ല, നരകശിക്ഷയിലാവുകയില്ല. പാപത്തിൻ്റെ പ്രലോഭനങ്ങളും ശക്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടർമാനമായി രക്ഷിക്കപ്പെട്ട ആളുകൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ആളുകളാണ്. പാപത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് സിൻ, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും നമ്മളിനി രക്ഷിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തു വരും. അന്ന് തനിക്ക് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാന ശരീരത്തോട് അനുരൂപമായ നിലയിൽ എനിക്കും ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം കർത്താവ് തരും. അതിന് പാപത്തിന് യാതൊരു സംസർഗവും ഉണ്ടാവുകയില്ല. അന്ന് ഞാൻ പാപത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടും രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൻ്റെ രൂപാന്തരമാണ്. ആ നിലയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ
അത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അനുഭവമാണ്, അല്ലാതെ രക്ഷിക്കപ്പെടാനുള്ള ഒരു മുഖാന്തരമല്ല. അപ്പം രക്ഷിക്കപ്പെട്ട ആളുകൾ നിരന്തരമായിട്ട് മാനസാന്തരപ്പെടണം കേട്ടോ. നമ്മൾ നിരന്തരമായി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ വശീകരണത്തിൽ നിന്ന് ഒക്കെയും മനസ്സ് തിരിച്ച്, ഹൃദയം തിരിച്ച്, ദൈവകൃപയാൽ അതിനോട് പോരാട്ടം കഴിച്ച് അതിൽ നിന്ന് ജയം പ്രാപിക്കുവാനുള്ള ആവശ്യം നമുക്കുണ്ട് എന്ന് ആ വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാം. അപ്പം അതുകൊണ്ട് രക്ഷിക്കപ്പെടുക, വീണ്ടും ജന്മം പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത് അതിനുള്ള മുഖാന്തരം വിശ്വാസമാണ്, ജീവനുള്ള വിശ്വാസമാണ്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന് പറയാം. അല്ലാതെ അതിനോട് ചേർത്ത് വേറെ ഒരു നിബന്ധനയും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അല്ലെങ്കിൽ ഞാനിനിയും എന്താണ് വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം ആണ് മനുഷ്യന് രക്ഷ സ്വീകരിക്കാനുള്ള വഴി എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, നിത്യജീവൻ പ്രാപിക്കുക, പാപമോചനം ലഭിക്കുക, സ്വർഗത്തിന് അവകാശികളായി തീരുക, ദൈവമക്കളായി തീരുക എന്നൊക്കെ പറയുന്നത് ഒരേ ആശയത്തിൻ്റെ വിവിധ പേരുകൾ ആണ്. അപ്പം അതിൽ വീണ്ടും ജനം പ്രാപിക്കുക, അതുപോലെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള ആശയമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ 30-31 വാക്യങ്ങളിൽ എന്തിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതി തന്നത് എന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതിനും, എന്നിട്ട് അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള മുഖാന്തരമായി അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്, അവൻ ആരാണ് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളോട് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തെ വിശദീകരിക്കാനുള്ള അനേക വാക്കുകൾ യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം മുതൽ വായിച്ചാൽ വിശ്വാസത്തെ വിശദീകരിക്കാനുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ യോഹന്നാൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് വിശ്വാസം എന്ന് യോഹന്നാനോട് ചോദിച്ചാൽ അതിനുള്ള അനേക ഉദാഹരണങ്ങളിലൂടെയാണ് വിശ്വാസത്തെ അദ്ദേഹം നമുക്ക് തെളിയിച്ചു തരുന്നത്. അതിന് 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന കാര്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ അവനെ കൈക്കൊണ്ട് എന്നാണ് അതിനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്. ഒരാൾ വീട്ടിൽ വരുന്ന ഉടനെ നമ്മൾ വാതിൽ തുറന്ന് ആ വ്യക്തിയെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നത് പോലെയാണ്. അപ്പം അത് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ദൃഷ്ടാന്തമായിട്ട് അദ്ദേഹം പറയുന്നത് അവനെ കൈക്കൊള്ളുക. വാതിൽ, ആ പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പം വ്യക്തിപരമായ ഒരു ബന്ധം, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമാണ് അവനെ കൈക്കൊണ്ട് എന്ന് പറയുന്നതായ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചറിയാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. കൈക്കൊണ്ട് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് അടുത്ത പ്രസ്താവനയോട് അദ്ദേഹം പറയുന്നത്. അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിച്ച്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വായിക്കുന്നു. രണ്ടാമത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നിക്കോദീമോസുമായിട്ട് കർത്താവ് പറയുന്ന സംഭാഷണം, എങ്ങനെയാണ് മനുഷ്യർക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള വളരെ പ്രസിദ്ധമായ നിക്കോദീമോസുമായുള്ള സംഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത് ഇതാണ്:
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് അടുത്തായിട്ട് പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അവിടെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം, മരുഭൂമി ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം, ആ പിച്ചള സർപ്പം അഗ്നിസർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള വഴിയായിട്ടാണ് ദൈവം അത് നൽകിയത്. അപ്പോൾ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തോട് പെറുപിറുത്ത് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയപ്പെട്ടപ്പോൾ അഗ്നിസർപ്പങ്ങളെ അവരുടെ നടുവിലേക്ക് അയച്ചു. അഗ്നിസർപ്പങ്ങൾ ദൈവത്തിന് അത്രമാത്രം മനുഷ്യർ ഉപദ്രവം ഉണ്ടാക്കി, അത്രയ്ക്കും മനുഷ്യർ ദോഷം ചെയ്തു. അവർ പിറുപിറുത്തു, ദൈവത്തിന് സഹിക്കാൻ വയ്യാതായി ഒരു മാനുഷികമായിരിക്കുന്ന ഭാഷയിൽ ഞങ്ങൾ പറയുക. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കേണ്ടതിനായിട്ട് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചു, അതിൻ്റെ വിഷമേറ്റ് ആളുകൾ മരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ കരുണ ചെയ്യണം, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു വിടുതലിൻ്റെ മുഖാന്തരമാണ്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ഈ നിങ്ങളുടെ മധ്യത്തിൽ ഉയർത്തി നിർത്തണം. ആ പിച്ചള സർപ്പത്തെ നോക്കുന്ന ആളുകൾ ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റാലും ചാകുകയില്ല എന്നാണ്. അവിടെ അത് വളരെ രസകരമായിരിക്കുന്നൊരു ചിത്രമാണ്. രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? രക്ഷപ്പെടാനായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി. പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി. പിച്ചള സർപ്പത്തെ നോക്കുന്നതിന് പിൻപുള്ള കാര്യം എന്താ? കാരണം എന്താ? പിന്നുള്ള കാരണം ഞാൻ പറയാം. പിൻപുള്ള കാരണം എന്ന് പറയുന്നത്, ദൈവം ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരുക്കിയ വഴി എന്ന് പറയുന്നത് ഈ പിച്ചള സർപ്പമാണ്. അതിനെ നോക്കിയാൽ രക്ഷപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണത്. ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ നോക്കിയാൽ രക്ഷപ്പെടും എന്ന് വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പിച്ചള സർപ്പത്തെ നിർത്തിയതിന് ശേഷം ആരെങ്കിലും മരിച്ചുപോയി കാണോ? ഞാൻ പറയാം, ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ പല ആൾക്കാരും പിന്നെ മരിച്ചു കേട്ടോ. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും നല്ല പണിയാണ്. അഗ്നിസർപ്പം കടിക്കുന്നുണ്ട്, എന്താ അതിന് രക്ഷപ്പെടാനുള്ള വഴി? പിച്ചള സർപ്പത്തെ നോക്കാൻ നല്ല പണി. എൻ്റെ പറ്റി അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മനുഷ്യർക്ക് രക്ഷപ്പെടണമെങ്കിൽ വിഷകാരിയെ കൊണ്ടുവരണം, വിഷത്തിന് പരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണം, ഒരു ഡോക്ടറെ വിളിക്കണം, ആൻറ്റിവനം കുത്തിവെക്കണം. ആൻറ്റിവനത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു കൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെയുള്ള സംവിധാനമുണ്ട്. അതൊന്നും പറയാതെ കർത്താവ് പറഞ്ഞു, ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ നീ രക്ഷപ്പെടുമെന്ന്. പോയി വേറെ പണി നോക്കൻ്റെ പൊന്നെ എന്ന് വിചാരിച്ച് പിച്ചള സർപ്പത്തെ നോക്കാതെ മരിച്ചുപോയി ഒരുപാട് മനുഷ്യരുണ്ട് എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ അതിൻ്റെ ലോജിക്കും അതിൻ്റെ സയൻസും ഒന്നും നോക്കിയില്ല. പറഞ്ഞത് ദൈവമാണ്, അനുസരിച്ചാൽ വിശ്വസിച്ചാൽ രക്ഷപ്പെടും എന്ന് ബോധ്യമുള്ളതായിരിക്കുന്ന ആളുകൾ ആ പിച്ചള സർപ്പത്തെ നോക്കി. അവർ നോക്കിയവരൊക്കെ ആ അഗ്നിസർപ്പത്തിൻ്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സംഗതിയായി. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സ്വീകരിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യുമെന്നുറച്ച് അതിനെ സ്വീകരിക്കാനായിട്ട് ദൈവം പറഞ്ഞ ആ മുഖാന്തരത്തെ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ദൈവം പറഞ്ഞത്. മനുഷ്യർ ചില ആളുകൾ ചോദിക്കും, കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് എങ്ങനെ രക്ഷിക്കപ്പെടുന്നതെന്ന്. ആൻറ്റിവനം വേണം അവർക്ക്, വേറെ ഒക്കെ പരിപാടി അവർ പറയുന്നത്. എന്നാൽ തമ്പുരാന് രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വഴി സർപ്പത്തെ ഉയർത്തതുപോലെ പിച്ചള സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ നോക്കുന്നവൻ, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ദൈവം ഉയർത്തിയ പാപപരിഹാര ക്രമീകരണമാണ് ക്രൂശിങ്കൽ യേശുക്രിസ്തുവിങ്കൽ എനിക്ക് കാണുവാൻ കഴിയുന്നത് എന്നുറച്ച് യേശുക്രിസ്തുവിനെ നോക്കിയാൽ, യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും, വീണ്ടും ജന്മം പ്രാപിക്കും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്നുള്ള അത്ഭുതകരമായ കാര്യമാണ് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞത്. അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ആ നോട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ചിത്രമാണ്. പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടതുപോലെ ഇന്ന് കർത്താവിനെ നോക്കി, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ധൈര്യപ്പെട്ട് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്ന കാര്യമാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ
അതിന് വേറെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറയുന്ന കാര്യമാണ്. ഉടനെ കർത്താവ് പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനല്ല. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എനിക്ക് കുടിക്കാനായിട്ട് ചില വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുമായിട്ടുള്ള സംഭാഷണം ആരംഭിക്കാൻ വേണ്ടി കർത്താവ് ചോദിച്ചാൽ കേട്ടോ. ഉടനെ പറഞ്ഞു, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തെ എന്നോട് നീ വെള്ളം ചോദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അതിന് ആദ്യ ഭാഗത്തൊന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് മനസ്സിലായില്ല ഇതെന്താ കാര്യം എന്നുള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം കർത്താവ് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, വെള്ളം ദാഹിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ വെള്ളം എടുത്ത് ആ ദാഹശമനത്തിനായിട്ട് കുടിക്കുന്നുവോ, അതുപോലെ പാപിയാണ്, രക്ഷപ്പെടുവാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ള ബോധ്യമുള്ളതായിരിക്കുന്ന പാപിയായ മനുഷ്യൻ അതിന് ദൈവമൊരുക്കിയ പരിഹാരത്തെ സ്വീകരിക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന, അതിനെ സ്വന്തമാക്കുന്ന ആ അനുഭവമാണ്. കർത്താവ് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ജീവനുള്ള വെള്ളം അവൻ നിനക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യജീവിതത്തിൽ അവൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ, ദാഹം എന്ന് പറയുന്നത് ശാരീരികമായിരിക്കുന്ന ഒരു ദാഹത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ്റെ ജീവിതത്തിന് ആത്മീകമായ അവൻ്റെ പ്രശ്നമായ തീവ്രമായ ദാഹത്തിന് പരിഹാരം വരുത്തുവാൻ ഭൗതികമായ വെള്ളം കുടിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കുന്ന ഈ ക്രമീകരണത്തെ സ്വീകരിക്കണം എന്ന കാര്യമാണ് ഈ ശമര്യക്കാരൻ്റെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്. നീ കർത്താവിനോട് ചോദിക്കുകയും കർത്താവ് ആരാണ് എന്ന് നീ തിരിച്ചറിയുകയും ഈ വെള്ളം തരാനായിട്ടുള്ള പ്രാപ്തി കർത്താവിനുണ്ട് എന്ന് നീ തിരിച്ചറിയുകയും എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഈ വെള്ളം നീ എനിക്ക്. ഈ ശമര്യക്കാരൻ്റെ സ്ത്രീ പറഞ്ഞത്, ഞാൻ ഇത്രത്തോളം വരാതെയും എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത ഈ വെള്ളം നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം, ശമര്യക്കാരൻ്റെ സ്ത്രീയെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവിടെ വന്നേ കേട്ടോ. 12 മണിക്ക്. എന്തിനാണ് 12 മണിക്ക് വന്നേ? 12 മണിക്ക് വന്നതിൻ്റെ കാര്യം ചോദിച്ചാൽ വെള്ളം കോരാൻ മറ്റാരും അവിടെ വരില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ശല്യമില്ല. മറ്റ് മനുഷ്യരുടെ നോട്ടവും അവരുടെ പരിഹാസവും അവരുടെ സംസാരങ്ങളും ഒന്നും സഹിക്കാനായിട്ട് ഈ സ്ത്രീക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ആരുമില്ലാത്ത സമയത്ത് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാനായിട്ട് വരുന്നത്. അപ്പോഴാണ് കർത്താവുമായിട്ട് സന്ധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, യു ഹാവ് എ വെരി സീരിയസ് പ്രോബ്ലം. നിനക്ക് അതിഗൗരവമായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നെനിക്കറിയാം. യു ഹാവ് ഗോൺ ആഫ്റ്റർ ദ വാട്ടേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തുള്ളതായിരിക്കുന്ന വെള്ളമൊക്കെ പരീക്ഷിച്ച് നോക്കിയ ഒരാളാണ് നീ എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തെ സാന്ത്വനപ്പെടുത്തുവാൻ, ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ എൻ്റെ യാതൊരു അധ്വാനങ്ങൾ കൊണ്ടും സാധിക്കില്ല. അതിന് ഏക പരിഹാരമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നൽകുന്ന ജീവൻ്റെ വെള്ളം, അല്ലെങ്കിൽ അവൻ വരുത്തുന്ന പരിഹാരമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നത് എന്ന ആ ഒരു ബോധ്യം വരുമ്പോഴാണ് നമുക്ക് കർത്താവിനോട് ചോദിച്ച് ആ വെള്ളം സ്വീകരിച്ച് നമുക്ക് നമ്മുടെ ദാഹത്തിന് ശമനം വരുത്താനായിട്ട് സാധിക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അത് 6-ാമത്തെ അധ്യായത്തിലാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സന്ദർഭമാണ്. അപ്പം കർത്താവ് അവരോട് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ അവർ അന്വേഷിച്ചു കേട്ടോ. കർത്താവിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തിന്ന് വയറ് നിറഞ്ഞ് നല്ല സന്തോഷമായപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായി. അപ്പോൾ കർത്താവേ നീ എവിടെ ആയിരുന്നു, ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അന്വേഷിച്ചവർ വന്നിരിക്കുക. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ടല്ല എന്നെ അന്വേഷിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. നിങ്ങൾ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന ജീവനുള്ള അപ്പത്തിനായി തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് കർത്താവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു.
അപ്പം തിന്ന് വിശപ്പടക്കുന്നത് പോലെ, വെള്ളം കുടിച്ച് നമുക്ക് ദാഹം ശമിപ്പിക്കുന്നത് പോലെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യമായ ജീവൻ, ഒരിക്കലും നശിക്കാത്ത പോഷണം നമുക്ക് ലഭിക്കും എന്ന കാര്യമാണ് കർത്താവ് ആ ഭാഗത്ത് പറയുന്നത്. അവിടെ തിന്നുക, കുടിക്കുക, കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ ചിത്രമാണത്. ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടത് തിരുവത്താഴത്തെ സംബന്ധിച്ചപ്പെടാതെ. പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ല. എന്തായാലും തിരുവത്താഴത്തിന് എല്ലാം പല സഭകളിലും സ്നാനപ്പെടണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ട എന്നും നമ്മൾ അങ്ങനെ ഒരു കൺഫെഷൻ നടത്തുകയാണെങ്കിൽ അപ്പം മുറിക്കാനൊക്കെ സമ്മതിക്കും. അപ്പോൾ ഇതേ രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞതേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല. അപ്പോൾ ഈ അപ്പം നുറുക്കി കൊടുക്കുന്നതായിരിക്കുന്ന ആൾ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഇങ്ങനെ നുറുക്കപ്പെട്ടു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം അവസാന തുള്ളി രക്തം വരെയും തൻ്റെ ശരീരത്തിൽ നിന്ന് താൻ ഊറ്റിക്കൊടുത്തു. ആ നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെ ചിത്രമാണ് ഈ അപ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താൻ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ചിത്രമാണ് ഈ പാനപാത്രം. അപ്പോൾ അന്നേരം പുള്ളിക്ക് മനസ്സിലായി സുവിശേഷം എന്താണെന്നുള്ള കാര്യം പുള്ളിക്ക് പിടികിട്ടി. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു തകർക്കപ്പെട്ടു, അവൻ യാഗമായി തീർന്നു, അവൻ്റെ രക്തം ചിന്തി, അതിൽ പങ്കാളികളായി തീരുക, അതിനെ വിശ്വാസത്താൽ സ്വീകരിക്കുക എന്നതാണ് രക്ഷിക്കപ്പെടാനുള്ള വഴി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ചിത്രമാണ്. അപ്പോൾ സ്വീകരിക്കുക, നോക്കുക, വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കുക, പിന്നീട് അപ്പം തിന്നുന്നത് പോലെ അതിനെ സ്വന്തമാക്കുക എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ വിശ്വാസത്തിനുള്ള ഒരു വിശദീകരണമാണ്. അപ്പോൾ അല്ലപ്പം ഞാനിനി വിശ്വാസത്തെക്കുറിച്ച് തുടർന്ന് വിശദീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസമെന്ന് പറയുന്നത് ചില അറിവ് മാത്രമല്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നതല്ല. ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേഷൻ ഓഫ് ദ റിയാലിറ്റി ഓഫ് ഹൂ ജീസസ് ഈസ്. കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന, അതുമായി അഭേദ്യമായി നമ്മൾ സ്വന്തമാക്കുന്ന, അതുമായി അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കുന്ന ആ അനുഭവമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. യു റിസീവ് ഹിം and you look and you live and you drink and you become part of it. അപ്പോൾ ഒരു ആശയമാണ് വിശ്വാസത്തെ സംബന്ധിച്ച് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. അവിടെ വിശ്വാസം എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പഴയ നിയമത്തിലെ വിശ്വാസം എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് അമാൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അതിൽ നിന്നാണ് ആമേൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വന്നിരിക്കുന്നത്. വിശ്വാസം എന്നുള്ളതിന് ഉള്ള പേരാണ് അമാൻ എന്ന് പറയുന്നത്. അമാൻ എന്ന് പറഞ്ഞാൽ ഒരു തൂണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സംതിങ് വിച്ച് ക്യാൻ ഹോൾഡ്, പിടിച്ചു നിർത്തുവാൻ, താങ്ങി നിർത്തുവാൻ പര്യാപ്തമായത് എന്ന അർത്ഥമാണ് ഈ അമാൻ എന്ന് പറയുന്ന കാര്യത്തിനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യം ശരിയാണ്, ദാറ്റ് വിൽ ഹോൾഡ്, അത് യാഥാർത്ഥ്യമായ കാര്യമാണ്, അത് തകർന്നു പോകുകയില്ല, അതിന് സ്ഥിരതയുണ്ട് എന്നതായിരിക്കുന്ന ഒരാശയമാണ് അമാൻ എന്ന് പറയുന്ന ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അബ്രഹാം ആമേൻ ടു ഗോഡ്. ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയുന്നത്? ആമേന് എന്താ പറയുന്നത്? പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന നീണ്ടുപോയി, അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കണം അല്ലേ? ആമേൻ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഒരുപാട് നീട്ടി പ്രാർത്ഥിച്ചത് അല്ല കേട്ടോ. ആമേനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞയാൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ. ഞാനതിനോട് പൂർണ്ണമായും യോജിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന തന്നെയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, നിനക്കൊരു സന്തതിയെ ഞാൻ തരും, ആ സന്തതിയിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു ആമേൻ എന്ന് പറഞ്ഞു. കർത്താവേ, നീ പറഞ്ഞതുപോലെ തന്നെ നടക്കും എന്ന് ഞാൻ സ്വീകരിക്കുന്നു, അത് വിശ്വസിക്കുന്നു, അതിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് അബ്രഹാം പറഞ്ഞത്. സോ അബ്രഹാം ആമേൻഡ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ് റെക്കൺഡ് ടു ഹിം ഫോർ റൈറ്റ്യസ്നെസ്, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പായി കരുതുക എന്ന അർത്ഥമാണ് ആ വാക്കിന് ഉള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
വിശ്വസിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പിസ്റ്റുവോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്ക് എല്ലായ്പ്പോഴും ക്രിയാപദമായിട്ടാണ്. ബിലീവിങ് ഇൻ ഗോഡ്, ബിലീവിങ് ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ വിശ്വസിക്കുക. പിസ്റ്റുവേ എയ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രയോഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശ്വാസം എന്ന ആശയം ഒരു 2, 3, 4 നൂറ്റാണ്ടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ വ്യക്തതയും കൃത്യതയും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ആ കാലങ്ങളിലെ എഴുത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആളുകൾക്ക് ഈ വിശ്വാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ധാരണ അവർക്കില്ലാതെ പോയി. അവിടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ ആശയത്തിൽ നിന്നാണ് റോമൻ കത്തോലിക്ക ആളുകളുടെ വിശ്വാസം എന്നുള്ള ആശയം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം വിശ്വസിക്കുന്നത് എന്താണ്? റോമൻ കത്തോലിക്കലോട് ചോദിക്കുക, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അവരെന്ത് പറയും? എന്താ വിശ്വസിക്കുന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സഭ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, നിൻ്റെ സഭ എന്താ വിശ്വസിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഭ ഞാൻ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, നിൻ്റെ സഭയിൽ നീ എന്താ വിശ്വസിക്കുന്നത്? ഞങ്ങൾ രണ്ടും വിശ്വസിക്കുന്ന ഒരേ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല കേട്ടോ. സഭ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു, സഭ എന്താ പറയുന്നതെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അതാണ് പൊതുവെ കത്തോലിക്കരെ സംബന്ധിച്ച് ഉള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് സഭ എന്താണെന്നോ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, സഭ എന്തോ പറയുന്നത് അത് ഞാൻ പറയുന്നത് തന്നെയാണ് സഭയും പറയുന്നത്. അപ്പോൾ സഭ എന്താ പറയുന്നത് ചോദിച്ചാൽ അതെന്തോന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ സഭ പറയുന്ന കാര്യം ഞാനങ്ങ് വിശ്വസിക്കുന്നു, സഭ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, ഞാൻ സേഫാണ് എന്നുള്ളതായിരിക്കുന്ന ഒരാശയമാണ്. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ അപ്പസ്തോലിക കാലത്തുണ്ടായിരുന്ന അറിവ് മടക്കിയെടുക്കുന്നത് നവീകരണ കാലത്താണ്. അതിന് പ്രധാനമായും കാരണമായി തീർന്ന മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം 3 കാര്യങ്ങൾ വിശ്വാസത്തോടനുബന്ധിച്ച് ഞാൻ പറയാം. വിശ്വാസത്തിന് 3 ഭാഗമുണ്ട്. വിശ്വാസം സത്യവിശ്വാസമാകുന്നത് അതിന് 3 ഭാഗങ്ങളുള്ളപ്പോഴാണ് എന്ന് അവർ പറഞ്ഞു. അത് ബൈബിളിൻ്റെ ആശയമനുസരിച്ച് ശരിയായിരിക്കുന്ന കാര്യമാണ്. ഒന്നാമത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് അറിവ്, നോളജ്. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന കാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ അറിയുവാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിൻ്റെ ഉള്ളടക്കമാണ്. എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാര്യം. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല കേട്ടോ, എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത. എന്ത് വിശ്വസിക്കുന്നു? രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസമാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ്. കർത്താവായ യേശുക്രിസ്തു ആരാണ്? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ആ പരിഹാരം കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? സുവിശേഷം മനസ്സിലാക്കാതെ, സുവിശേഷം പ്രസംഗിക്കാതെ, സുവിശേഷം വിശദീകരിച്ചു കൊടുക്കാതെ ആർക്കും സുവിശേഷം വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആദ്യ ഭാഗം എന്നത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന അറിവാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന കാര്യമാണ്. സത്യവിശ്വാസത്തിൽ നമ്മെക്കുറിച്ചുള്ള അറിവുണ്ട് കേട്ടോ. നാം പാപികളാണ്, നമുക്ക് സ്വയമായി രക്ഷപ്പെടാൻ കഴിയുകയില്ല, പാപത്തിന് ശിക്ഷ നരകമാണ്, നമുക്ക് സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒന്നും രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ആ അറിവ്, നമ്മെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അതിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം നമ്മളുടെ സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലെ കുരിശിൽ ഏറ്റെടുത്ത് ആ ശിക്ഷ മുഴുവനും വഹിച്ച് അതിന് പരിഹാരം വരുത്തി 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവം
കർത്താവായ യേശു ക്രിസ്തു വരുത്തിയ പരിഹാരം പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവം അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിച്ചു മാത്രമല്ല, അവനെ പിതാവായ ദൈവം തൻ്റെ വലത്ത് ഭാഗത്തേക്ക് സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തി. അവൻ സകല അധികാരവും പ്രാപിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നിരിക്കുന്നു. അവൻ വരുത്തിയ പാപപരിഹാര ബലി മനുഷ്യരുടെ പാപത്തിൻ്റെ പ്രശ്നത്തിന് സമ്പൂർണ്ണമായ പരിഹാരമാണ് എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് അറിയണം. അപ്പോൾ എനിക്കും വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട, വിശ്വാസമുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം, പക്ഷേ എന്താ വിശ്വസിക്കുന്നതെന്നൊന്ന് പറയൂ. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വസിക്കുന്നത്? സുവിശേഷം വിശ്വസിക്കാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അറിവ് കൊണ്ട് മാത്രം ആരും രക്ഷിക്കപ്പെടുകയില്ല കേട്ടോ. അത് സത്യവിശ്വാസമായി തീരുകയില്ല. ചില കാര്യങ്ങൾ എനിക്കറിയാം. നരകത്തിൽ പോകുന്ന മനുഷ്യർക്ക് പലർക്കും അറിയാം കേട്ടോ. പലർക്കും ഞാൻ പറയുക, ക്രിസ്തീയ സന്ദേശമൊക്കെ കേട്ടിട്ടുള്ള ആളുകൾക്ക് യേശു ക്രിസ്തു ദൈവ മനുഷ്യനായി തീർന്നയാളാണ്. നമ്മുടെ ചെറിയ സഹോദരനൊക്കെ ആണെങ്കിൽ പരസ്യയോഗമൊക്കെ നടത്തി ആൾക്കാരോടൊക്കെ വിളിച്ചു പറയുകയല്ലേ, അല്ലേ, യേശു ക്രിസ്തു രക്ഷകനാണ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. കേട്ട പല ആളുകൾക്കും ഈ ആശയം അവരുടെ ബുദ്ധിയിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ശരിയാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം അവർക്ക് ഇല്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങൾ വഴി ദൈവം ഒരുക്കിയ പാപപരിഹാര ബലി പരിഹാരം പാപത്തിനുള്ള മതിയായ പരിഹാരമാണ് എന്നുള്ളതായ ബോധ്യം അവർക്കില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് സത്യമാണ് എന്നുള്ള ഉറപ്പാണ്. ഈ ബോധ്യമാണ്, സത്യമാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം. ഈ പറഞ്ഞ കാര്യം സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, സത്യമാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്. അത് നമ്മൾ പറയും അസെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ കാര്യം സത്യമാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമാണ്. ഇതൊരു കഥയല്ല, ഇത് ഒരു മതപ്രസംഗമല്ല. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുന്നമേ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്നത് സത്യമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പാപപരിഹാര ബലിയിലൂടെ അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ബൈബിൾ പറയുന്ന കാര്യം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ സത്യമാണ് എന്നുള്ള ബോധ്യമായാലും രക്ഷിക്കപ്പെടുകയാണ് കേട്ടോ. ഈ പറയുന്ന കാര്യം സത്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? പിശാചുക്കൾ ഈ പറയുന്ന സുവിശേഷം അറിയാവുന്ന ആളുകളും അത് സത്യമാണെന്ന് ബോധ്യമുള്ള ആളുകളുമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആളുകളല്ല. സത്യമാണെന്ന് ബോധ്യമുള്ള പല ആളുകളുണ്ട് കേട്ടോ. അവർ പലപ്പോഴും സുവിശേഷം സ്വീകരിക്കുന്നില്ല. അത് കാരണം ചില കാര്യങ്ങൾ ഈ സുവിശേഷം സ്വീകരിച്ചാൽ അവർക്ക് തടസ്സമാകും എന്നുള്ളതായിരിക്കുന്ന ഭയം നിമിത്തം അവർ ഈ സുവിശേഷത്തെ പേടിച്ചിരിക്കുക. സത്യമെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ ഒരു പക്ഷേ അവർ സ്നേഹിക്കുന്ന ചില പാപമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. അതുകൊണ്ട് അവർ സത്യമാണ് എന്ന് അറിയുന്ന ഈ കാര്യം സ്വീകരിക്കാനായിട്ട് അവർക്ക് മനസ്സില്ല. അപ്പം അതുകൊണ്ട് ഈ അറിവ് സത്യമാണ് എന്നുള്ള ഉറപ്പ്. മൂന്നാമത് രക്ഷിക്കപ്പെടാനായിട്ടുള്ള വിശ്വാസത്തിന് ആവശ്യമായിരിക്കുന്നത് സ്വീകരണമാണ്, അല്ലെങ്കിൽ ആശ്രയം ആണ്, അംഗീകരണമാണ്, സ്വന്തമാക്കലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. തീയ് കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ ബിൽഡിങ്. അപ്പോൾ അതിലൊരു കൊച്ച് ആ തീയുടെ അടുത്ത് നിൽക്കുകയാണ്. അവിടെ ആ കൊച്ചിനറിയാം കുറേ നിമിഷങ്ങൾ കഴിയുമ്പോൾ തീ കൊണ്ട് ചത്തുപോകുന്നുള്ള കാര്യം അറിയാം. അങ്ങനെ തീ പടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ താഴെ വലയുമായിട്ട് ആളുകൾ നിൽക്കുകയാണ്. ചാടാ പറയുക. അപ്പോൾ ചാടിയാൽ രക്ഷപ്പെടും എന്നുള്ളതായിരിക്കുന്ന കാര്യം അറിയാം. മേളിൽ നിന്നാൽ ആ കൊച്ച് രക്ഷപ്പെടുകയില്ല കേട്ടോ. ഷീ നീഡ്സ് ടു ജമ്പ്. ഈ പറഞ്ഞ കാര്യം വിശ്വസിച്ച് ആശ്രയിച്ച് താഴേക്ക് ചാടേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ട്രസ്റ്റ്. അതിനെയാണ് നമ്മൾ ആശ്രയം എന്ന് പറയുന്നത്. സാധാരണ ഒരു കസേരയുടെ ഉദാഹരണം പറയാറുണ്ട്. ഒരു കസേരയുടെ അടുത്ത് നമ്മളിങ്ങനെ നിൽക്കുക, എന്നിട്ട് ആ കസേരയ്ക്ക് എത്ര ഭാരം വഹിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ പറയും ഒരു 100 കിലോ വരെ ഇത് താങ്ങും, അത്രയുള്ള വെയിറ്റുള്ള ആൾക്ക് വരെ അതിലിരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നിൽക്കുക.
അറിവൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇരുന്നിട്ടില്ല. ഇരിക്കാത്തിടത്തോളം കാലം ആ കസേര കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആളുകളോട് ചോദിക്കും, യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു നിങ്ങൾക്ക് അറിയാമോ? അറിയാം. അത് സത്യമാണെന്നുള്ളത് ആയിരിക്കുന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അല്ല. അപ്പം യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ദൈവം ഒരുക്കിയ പാപപരിഹാര ക്രമീകരണത്താൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്ന് ഉറച്ച് ആ ക്രമീകരണത്തെ സ്വീകരിക്കുന്നതാണ്, അതിൽ ആശ്രയിക്കുന്നതാണ്. നമ്മുടെ രക്ഷയ്ക്കായി അതുമാത്രമാണ് എന്ന നിലയിൽ അത് സ്വീകരിക്കുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നതാണ്. ഈ 3 കാര്യം വേണം കേട്ടോ. അറിവ് വേണം, അത് സത്യമാണ് എന്നുള്ളതായിരിക്കുന്ന ആ ബോധ്യമുണ്ടാകണം. എന്നിട്ട് രക്ഷയ്ക്കായിട്ട് ഈ സത്യത്തെ സ്വീകരിക്കുന്ന, സ്വന്തമാക്കുന്ന. വെള്ളം എത്ര നല്ല വെള്ളമാണെങ്കിലും കുടിക്കാതെ ആ വെള്ളത്തിൻ്റെ പ്രയോജനം ലഭിക്കില്ല കേട്ടോ. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഒരുക്കിയതായിരിക്കുന്ന രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറിവ്, പിന്നീട് അത് ശരിയാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്, അതിനുശേഷം ആ ശരിയായ ആ സത്യത്തെ അംഗീകരിച്ച് സ്വീകരിച്ച് സ്വന്തമാക്കുന്ന സ്വീകരണം, ഇത് ഉൾപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്ന കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ രക്ഷിക്കപ്പെടും എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇതല്ലാതെ രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവും കർത്താവ് ഒരുക്കിയിട്ടില്ല. എത്ര അത്ഭുതകരമായ ക്രമീകരണമാണ് ദൈവം ഒരുക്കിയ സൗജന്യമായ രക്ഷ. മനുഷ്യരുടെ യാതൊരു പ്രവൃത്തികളും കൂടാതെ ഇന്ന് വിശ്വാസത്താൽ മനുഷ്യർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും എന്ന അത്ഭുതകരമായ കാര്യമാണ് ബൈബിൾ പറയുന്നത്. വിശ്വസിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ വ്യതിയാനങ്ങൾ വരുത്തും എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. അതിൽ നമുക്ക് പങ്കും ഓഹരിയൊക്കെ കർത്താവ് തന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ രക്ഷ സൗജന്യമാണ്. രക്ഷയുടെ എല്ലാ ചെലവും കർത്താവായ യേശുക്രിസ്തുവാണ് വഹിച്ചത്. അത് ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അവിടെ രക്ഷിക്കപ്പെടാനായിട്ട് മറ്റ് പ്രവൃത്തികളൊന്നും ആവശ്യമില്ല. കൂദാശകളും ക്രമീകരണങ്ങളും പരിപാടികളും സഭയിലുള്ള അംഗത്വവും അതൊന്നും കർത്താവ് അതിനുള്ള അടിസ്ഥാനമായിട്ട് അതിന് മുഖാന്തരമായിട്ട് ചോദിക്കുന്നില്ല. രക്ഷ സ്വീകരിച്ചതിന് ശേഷം രക്ഷിക്കപ്പെട്ട ആളുകളെ അന്വേഷിച്ച് പോകുന്നതും ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കൂടെ അവർ ലഭിച്ച രക്ഷയെ ആഘോഷിക്കുന്നതും രക്ഷിക്കപ്പെട്ടവരുടെ ലക്ഷണമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിനെയും പരിഗണിക്കുന്നില്ല, കർത്താവിൻ്റെ ഹിതമെന്താണ് എന്നും അന്വേഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ലോ കേട്ടോ. രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് എന്ത് സംഭവിക്കും, അല്ലെ അവരെ എങ്ങനെയാണ് ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറയാം. ദൈവം ഒരുക്കിയ സൗജന്യമായി നമുക്ക് സൗജന്യം, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം അത്രമാത്രം വിലയേറിയ ചെലവ് മുഖാന്തരം ലഭിച്ചതായ ഈ അത്ഭുതകരമായ രക്ഷ ഇന്ന് വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ കർത്താവിനെ ഇന്ന് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ആയിരിക്കുന്ന നിലയിൽ തന്നെ അവൻ്റെ അടുക്കിലേക്ക് വരാം. അവൻ നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനായ സ്നേഹവാനായ കർത്താവാണ്. അവൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. എത്ര അത്ഭുതവാനായ, എത്ര അതിശയകരമായിരിക്കുന്ന രക്ഷയാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.